ഹലോ. അപ്പോൾ ലെസൺ 4 ആണെന്ന്. ആദ്യത്തെ 3 ലെസൺസ് കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ അത് പോയി കാണുക. ഇന്ന് പക്ഷേ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ലെസണാണ്. നമ്മൾ സാധാരണ സംഭാഷണങ്ങളിൽ പറയുമ്പോൾ തെറ്റിപ്പോവും. നമ്മൾ വിചാരിക്കും ഇങ്ങനെ പറയാമെന്ന്, പക്ഷെ അത് പറയുമ്പോഴേക്ക് തെറ്റിപ്പോവും. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് എടുത്തിട്ട് വീഡിയോ ചെയ്തേക്കുന്നത്. അതിന് മുമ്പ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ചോദിച്ച ചോദ്യങ്ങളുടെ ഉത്തരങ്ങളൊന്ന് നോക്കാം. അവർ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നോ എന്ന് പറയും. നടന്നോ എന്ന് ചോദിക്കാൻ കഴിഞ്ഞു പോയതാണ് അല്ലേ. ഡിഡ് ദേ വാക്ക് ടു ദ ബസ് സ്റ്റോപ്പ്? ഇല്ല, അവർക്കൊരു കാർ ഉണ്ടായിരുന്നു. എങ്ങനെ പറയും? നോ, ദേ ഹാഡ് എ കാർ അല്ലേ. ഒരു കാർ ഉണ്ടെന്ന് പറയാൻ ദേ ഹാവ് എ കാർ അല്ലേ. അവർക്കൊരു കാർ ഉണ്ട്. ഉണ്ടായിരുന്നു. നോ, ദേ ഹാഡ് എ കാർ. അതൊരു നീല കാർ ആയിരുന്നോ? പാസ്റ്റ് ടെൻസ് ആണേ. ആയിരുന്നോ, ആണോ എന്നല്ല, ആയിരുന്നോ. വാസ് ഇറ്റ് എ ബ്ലൂ കാർ എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ വാസ് ഇറ്റ് ബ്ലൂ എന്ന് ചോദിക്കാം. വാസ് ഇറ്റ് എ ബ്ലൂ എന്ന് ചോദിക്കരുത് കേട്ടോ. വെച്ചിട്ടുണ്ടെങ്കിൽ വാസ് ഇറ്റ് എ ബ്ലൂ കാർ. എനിക്ക് വ്യക്തമായ ഓർമ്മയില്ല. ഓർമ്മയുണ്ടായിരുന്നില്ല എന്നല്ല, ഓർമ്മയില്ല. അപ്പോൾ ഐ ഡോണ്ട് റിമെമ്പർ ക്ലിയർലി. അപ്പോൾ എല്ലാവരും നന്നായി ഹോംവർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് പഠിക്കാൻ പോണത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതും എന്നാൽ എപ്പോഴും തെറ്റാൻ ചാൻസ് ഉള്ളൊരു സംഭവമാണ്. നമുക്ക് ഈ മോഡൽ വേർബ്സ് ഒക്കെ എപ്പോഴും തെറ്റ് വരാൻ കാരണം ഇങ്ങനത്തെ കുറേ മിസ്അണ്ടർസ്റ്റാൻഡിങ്സോ അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉള്ളപ്പോഴാണ്. പോകണ്ട, പോകരുത്, പോകരുതേ, പോകാതിരിക്കാമോ, പോയിക്കൂടെ, പോകാമോ, പോകാം, ഇങ്ങനെയൊക്കെ പറയില്ലേ. ഇതൊക്കെ എങ്ങനെ പറയാ? അപ്പം പോവുക എന്നുള്ളത് ഗോ അല്ലേ. അതിൻ്റെ പാസ്റ്റ് ടെൻസ് വെൻറ്റ്. അതിൻ്റെ V3 ഫോം ഗോൺ. ഇത്രയും ബേസിക് ആയിട്ട് നമുക്കറിയണം. എന്തെങ്കിലും ചെയ്യരുത് എന്ന് പറയാൻ ഇംപെറേറ്റീവ് ഫോമാണ് ഉപയോഗിക്കുക. ഒരു കാര്യം ചെയ്യരുത് എന്ന് പറയാൻ നിങ്ങൾ ആദ്യം ഡോണ്ട് എന്നുള്ള വാക്ക് അതിൻ്റെ ഫ്രണ്ടിലിട്ടാൽ മതി. പോകരുത്, ഡോണ്ട് ഗോ. അപ്പോൾ ആ വേർബിൻ്റെ ബേസ് ഫോമിൽ അല്ലേ, ആ കാര്യം ചെയ്യരുത്, ഡോണ്ട് ഡു ഇറ്റ് അല്ലേ. അപ്പോൾ വളരെ സിമ്പിൾ അല്ലേ ഇത്. പോകരുത്, ഡോണ്ട് ഗോ. ഓടരുത്, ഓടരുത് അമ്മാവാ, ആളറിയാം. ഡോണ്ട് റൺ. അത് തൊടരുത്, അത് ഇറ്റ്. തൊടുക, ടച്ച്. അപ്പോൾ ഡോണ്ട് ടച്ച് ഇറ്റ്, അത് തൊടരുത്. ഡോറ് തുറക്കരുത്, എങ്ങനെ പറയും? ഡോണ്ട് ഓപ്പൺ ദ ഡോർ അല്ലേ. ഇങ്ങനത്തെ സെൻറ്റൻസുകൾ പൊതുവെ നമ്മൾ കുട്ടികളുടെ അടുത്തോ അല്ലെങ്കിൽ നമുക്ക് അത്രയും സ്ട്രിക്റ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന ആൾക്കാരുടെ അടുത്ത് നമ്മൾ ഉപയോഗിക്കുള്ളൂ കേട്ടോ. നമ്മുടെ കൊലീഗ്സിനടുത്തോ അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് തുല്യരായ ആൾക്കാരുടെ അടുത്ത് തീരെ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അല്ലെങ്കിൽ അത്രയും ദേഷ്യം പിടിച്ചിരിക്കുമ്പോൾ നമുക്ക് പറയാം. നമ്മുടെ ബ്രദറോ സിസ്റ്ററോ വാതിൽ തുറന്നിട്ടുണ്ട്, പിന്നെയും തുറക്കാൻ പോകുമ്പോൾ തുറക്കരുത് എന്ന് പറയാൻ ഡോണ്ട് ഓപ്പൺ ദ ഡോർ. പുറത്ത് പോകരുത്, പുറത്ത് പോവുക, ടു ഗോ ഔട്ട്സൈഡ്. അപ്പോൾ പുറത്ത് പോകരുത്, ഡോണ്ട് ഗോ ഔട്ട്സൈഡ്. ഇപ്പം നമ്മൾ പോകരുതെന്ന് പറഞ്ഞില്ലേ, പക്ഷെ പോകരുതേ പ്ലീസ് എന്നുള്ള രീതിയിൽ ഒരു കുറച്ചുകൂടി ഒരു ദയനീയമായി പറയണമെങ്കിലോ, കുറച്ചുകൂടി റെസ്പെക്റ്റോട് കൂടിയോ, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ആജ്ഞാപിക്കാൻ പറ്റില്ലെങ്കിലോ, പ്ലീസ് ഡോണ്ട് ഗോ. സിമ്പിൾ അല്ലേ. ജനൽ അടയ്ക്കരുതേ, പ്ലീസ് ഡോണ്ട് ക്ലോസ് ദ വിൻഡോ. നേരത്തെ ഇറങ്ങരുത് കേട്ടോ, പ്ലീസ്. എങ്ങനെ പറയാ? പ്ലീസ് ഡോണ്ട് ലീവ് ഏർലി. കണ്ടോ, ഒരു പ്ലീസ് ഇട്ടപ്പോൾ അതിൻ്റെ ആ മൂഡ് കംപ്ലീറ്റ്ലി പോയി. മറ്റേത് ഡോണ്ട് ലീവ് ഏർലി. എത്ര ദിവസമായി പറയണു നേരത്തെ ഇറങ്ങരുതെന്ന്? ഡോണ്ട് ലീവ് ഏർലി. എല്ലാ ദിവസവും ഇങ്ങനെയാണല്ലോ ഇവിടെ. അങ്ങനെ അത് കുറച്ച് ആജ്ഞാപിക്കുന്ന ഒരാളാണ്. എടാ പ്ലീസ് നേരത്തെ ഇറങ്ങരുത് കേട്ടോ, പ്ലീസ് ഡോണ്ട് ലീവ് ഏർലി. കാരണം അവിടെ ഒരു റിക്വസ്റ്റാണ് പ്ലീസ് ചേർക്കുമ്പോൾ. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും പ്ലീസ് ചേർത്ത് സംസാരിക്കാൻ ശ്രമിക്കണം കേട്ടോ. പിന്നെ ചില അതീവ കച്ചറയാണെങ്കിൽ പ്ലീസ് വേണ്ട. അങ്ങനത്തെ ആൾക്കാർ നമ്മൾ പ്ലീസ് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ആദ്യമൊക്കെ പറയുമ്പോൾ എപ്പോഴും പ്ലീസ്. രണ്ടാമത്തെ തവണയും പ്ലീസ്. മൂന്നാമത്തെ തവണ നമുക്ക് സ്വരം മാറ്റാം. പുസ്തകം മറക്കരുത് കേട്ടോടാ എന്ന് പറയും. പ്ലീസ് ഡോണ്ട് മറക്കുക ഫോർഗെറ്റ് മൈ ബുക്ക്. എൻ്റെ പുസ്തകം ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ടാ, മറക്കരുത്, എനിക്ക് എക്സാമ്പിളാണേ. പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് മൈ ബുക്ക്. ഇനി പോകാതിരിക്കാമോ. നമ്മുടെ സിനിമയിലെ കൊല്ലാതിരിക്കാൻ പറ്റുമോ സാർ എന്നെ? ഇല്ല അല്ലേ എന്ന് ചോദിക്കില്ല. അതെ, പോകാതിരിക്കാമോ എങ്ങനെ പറയും? സിമ്പിളാണ്. ക്യാൻ യു നോട്ട്. അതാണ് പഠിക്കേണ്ടത്. ക്യാൻ യു നോട്ട്. പോകാതിരിക്കാമോ. ക്യാൻ യു നോട്ട് ഗോ. പോകാതിരിക്കാമോ. ക്യാൻ യു നോട്ട് ഗോ. എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പ്ലീസ് ക്യാൻ യു നോട്ട് ഗോ. ഇത് തന്നെ കുറച്ചുകൂടെ പൊളൈറ്റ് ആവണമെങ്കിൽ കുഡ് യു പ്ലീസ് നോട്ട് ഗോ. അപ്ലൈ ചെയ്യണം. അലിഞ്ഞു പോയി എൻ്റെ മനസ്സെന്നെ പറയുമ്പോൾ അലിഞ്ഞു പോയി. കുഡ് യു പ്ലീസ് നോട്ട് ഗോ. പോകാതിരിക്കാൻ പറ്റുമോ പ്ലീസ്. കുഡ് യു പ്ലീസ് നോട്ട് ഗോ. അങ്ങനെ പറയാം. അപ്പം ഞാൻ രണ്ടും എടുത്ത് പറയുന്നില്ല. ഒന്നില്ലെങ്കിൽ ക്യാൻ യു നോട്ട് എന്ന് പറഞ്ഞിട്ട് വേർബ് ഇടുക, അല്ലെങ്കിൽ കുഡ് യു പ്ലീസ് നോട്ട് എന്ന് പറഞ്ഞിട്ട് വേർബ് ഇടുക. നിങ്ങളുടെ അവസ്ഥ അനുസരിച്ച് നിങ്ങൾ ഉപയോഗിച്ചോളൂ. ഞാൻ ക്യാൻ വെച്ചിട്ടുള്ളത് മാത്രം പറയാം. എല്ലാ സെൻറ്റൻസുകളും നിങ്ങൾക്ക് ഇപ്പം ഞാൻ പറയാൻ പോണ എല്ലാ സെൻറ്റൻസുകളും നിങ്ങൾക്ക് കുഡ് യു പ്ലീസ് വെച്ചിട്ടും പറയാം. ഓക്കെ. നാളെ വരാതിരിക്കാൻ പറ്റുമോ നിനക്ക്?
നീ എല്ലാ ദിവസവും വരുന്നില്ലേ, ഭയങ്കര പങ്ക്ച്വൽ അല്ലേ, നീ കാരണം എനിക്കാണ് പേര് ദോഷം, നാളെ നിനക്ക് വരാതിരിക്കാൻ പറ്റുമോ? എന്നാ പറയാ, ക്യാൻ യു നോട്ട് കം ടുമോറോ, ക്യാൻ യു നോട്ട് കം ടുമോറോ, നാളെ വരാതിരിക്കാൻ പറ്റുമോ? ക്യാൻ യു നോട്ട് കം ടുമോറോ. ഇത്ര ഉറക്കെ സംസാരിക്കാൻ പറ്റുമോ? ഭയങ്കര ഉറക്കെയാണ് സംസാരിക്കണം. ആ സമയത്ത് എത്ര പ്രാവശ്യം പറയണോ മിണ്ടായിരിക്കും, മെല്ലെ പറയും മെല്ലെ പറയുന്നത്. നിനക്ക് വായിൽ തൊണ്ടയിൽ എന്തെങ്കിലും സ്പീക്കർ ഘടിപ്പിച്ചിട്ടുണ്ടോ? ഉറക്കെ സംസാരിക്കാതിരിക്കാൻ പറ്റില്ലേ? അതൊക്കെ പറയുമെന്ന് പറഞ്ഞാൽ മതി. ഇങ്ങനെ നിങ്ങൾ ഇപ്പോഴും ഉറക്കെ പറയണോ? ഉറക്കെ പറയാതിരിക്കാൻ പറ്റുമോ? ഞാനിടയ്ക്ക് അങ്ങനെ സർക്കാസ്റ്റിക് ആയിട്ട് ചോദിക്കാറുണ്ട്. മോൻ വല്ലതും പറഞ്ഞ് കേട്ടില്ലെങ്കിൽ അത് നിനക്ക് ആ കഴിവുണ്ടോ? നിനക്കത് അത് പറയാതിരിക്കാനുള്ള ശേഷിയുണ്ടോ? അതൊക്കെ പറ്റാഞ്ഞിട്ടാണോ നിനക്കത്? ഉറക്കെ പറയാതിരിക്കാൻ പറ്റുമോ? അങ്ങനെ ഇംഗ്ലീഷിൽ പറയാ, ക്യാൻ യു നോട്ട് സ്പീക്ക് ലൗഡ്ലി. നിനക്ക് അതിനുള്ള സെറ്റിങ്സ് ഇല്ലേ നിന്റെ തൊണ്ടയിൽ? ക്യാൻ യു നോട്ട് സ്പീക്ക് ലൗഡ്ലി. സ്പീക്ക് ലൗഡ്ലി എന്ന് വെച്ചാൽ ഉറക്കെ സംസാരിക്കണം. അത് ചെയ്യാതിരിക്കാൻ പറ്റുമോ നിനക്ക്? ക്യാൻ യു നോട്ട് ഡു ഇറ്റ്, ക്യാൻ യു നോട്ട് സ്പീക്ക് ലൗഡ്ലി. ഇത് വേണമെങ്കിൽ കുഡ് യു പ്ലീസും വെച്ചിട്ട് പറയാം കേട്ടോ. ഞാൻ ക്യാൻ യു വെച്ചിട്ടാണ് എല്ലാം പറയുന്നത്, രണ്ടും കൂടി എടുത്ത് പറയുന്നില്ല കേട്ടോ. അത് നിങ്ങൾ കുഡ് യു പ്ലീസ് ആണെങ്കിൽ കുഡ് യു പ്ലീസ് നോട്ട് സ്പീക്ക് ലൗഡ്ലി എന്ന് പറയാം. പക്ഷെ നമ്മൾ സർക്കാസ്റ്റിക് പേപ്പർ വേണമെങ്കിൽ ഇങ്ങനെ നല്ല മാന്യമായി സർക്കാസം നമുക്ക് ഉപയോഗിക്കാം അല്ലേ. സർക്കാസം എന്ന് പറഞ്ഞൊരു പുച്ഛത്തോടുള്ളൊരു പറച്ചില്. എന്നാൽ നമ്മൾ അവരെ കളിയാക്കുക എന്ന് മനസ്സിലാകാത്ത രീതിയിൽ നമ്മൾ വളരെ നന്നായിട്ട് സംസാരിക്കില്ലേ, അതാണ് സർക്കാസം. അല്ലെങ്കിൽ ഓപ്പോസിറ്റ് കാര്യങ്ങൾ പറയില്ലേ, നല്ല ലൂസായൊരു ഡ്രസ്സ് ഇട്ടിട്ട് ഒരാൾ വരികയാണെങ്കിൽ നമ്മൾ പറയില്ലേ, അയ്യോ കുറച്ച് ടൈറ്റായി പോയില്ലേ അത്. അതൊക്കെയാണ് സർക്കാസം കേട്ടോ. ആക്ഷേപഹാസ്യമാണ് സർക്കാസം. അപ്പോൾ ഇവിടെ ഫോൺ ഉപയോഗിക്കാതിരിക്കാൻ പറ്റുമോ നിനക്ക്? ക്യാൻ യു നോട്ട് യൂസ് യുവർ ഫോൺ ഹിയർ. ഇവിടെയാണ് ഞാൻ പറഞ്ഞ സ്പെഷ്യലായിട്ട് പഠിക്കേണ്ട ഒരു കാര്യം. നിങ്ങൾ ഡോക്ടറാണോ എന്നെങ്ങനെ പറയും? ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ആർ യു എ ഡോക്ടർ അല്ലെ, ആർ യു എ ഡോക്ടർ. നിങ്ങൾ ഡോക്ടർ അല്ലേ അങ്ങനെ ചോദിക്കണമെങ്കിലോ ആർ മാറ്റി നമ്മൾ ആറിൻ്റെ ഇടും അല്ലേ. ആറൻറ്റ് യു എ ഡോക്ടർ, നിങ്ങൾ ഡോക്ടർ അല്ലേ, ഇങ്ങനെയൊക്കെ പറയാൻ പാടുമോ നിങ്ങൾ? ആറൻറ്റ് യു ഡോക്ടർ. അപ്പോൾ ഈ ആറൻറ്റ് യു ഡോക്ടർ തന്നെ ആറിൻറ്റ് യുനെ നമ്മൾ എങ്ങനെ പറയും? കോൺട്രാക്ട് ചെയ്തിട്ടില്ലെങ്കിൽ ആർ യു നോട്ട് എന്ന് പറയും അല്ലേ. ആറിൻറ്റ് യു ആണ് ആർ യു നോട്ട്. ആർ നോട്ട് യു അല്ല കേട്ടോ, ആർ യു നോട്ട്. ആർ യു നോട്ട് എ ഡോക്ടർ. ഇത്രയും മ്ലേച്ഛമായി എങ്ങനെ സംസാരിക്കാൻ പറ്റുന്നു? ആർ യു നോട്ട് എ ഡോക്ടർ, ആറിൻറ്റ് യു എ ഡോക്ടർ. അത് തന്നെ. അപ്പം ചിലർ വിചാരിക്കും ക്യാൻ യു നോട്ട് ഗോ, കാൺട്ട് യു ഗോ. രണ്ടോന്നല്ലേ? അല്ല അല്ല, രണ്ട് മീനിങ്ങാ. എന്നുവെച്ചാൽ കാൺട്ട് യു ഗോ എന്ന് പറഞ്ഞാൽ എന്താ, ക്യാൻ യു ഗോ എന്ന് പറഞ്ഞാൽ എന്താ അത് പറയൂ. ക്യാൻ യു ഗോ, ഒന്ന് പോവാവോ? ക്യാൻ യു ഗോ, അല്ലെങ്കിൽ പോകാൻ പറ്റുമോ അല്ലേ. ഒന്നിലേക്ക് പോകാൻ പറ്റുമോ, അല്ലെങ്കിൽ റിക്വസ്റ്റ്, ഒന്ന് പോവോ, ക്യാൻ യു ഗോ. ഓക്കെ. കാൺട്ട് യു ഗോ എന്ന് പറഞ്ഞാലോ, പോയിക്കൂടെ, എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്, കാൺട്ട് യു ഗോ, അവൻ്റെ കൂടെ പോയിക്കൂടെ, കാൺട്ട് യു ഗോ വിത്ത് ഹിം. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? ഈ കേൾക്കണ ആൾ എന്താ ചെയ്യണേ? പോണോ പോവാണ്ടിരിക്കണോ? പോണം അല്ലേ, പൊക്കൂടെ അയാളുടെ കൂടെ അല്ലേ പറയണേ, കാൺട്ട് യു ഗോ വിത്ത് ഹിം. ഇപ്പം പോണം, അതല്ലേ നമ്മൾ ചെയ്യേണ്ടത്. എന്നാ ക്യാൻ യു നോട്ട് ഗോ അങ്ങനെ പറഞ്ഞാലോ, പോവരുത് അല്ലേ, അതല്ലേ പറയണത്, നീ പോവരുത്. ക്യാൻ യു നോട്ട് ഗോ, അത് ചെയ്യാതിരിക്കാൻ പറ്റുമെന്നാണ് പറയണത്. അപ്പോൾ ചെയ്യരുത് എന്നാ പറയണേ. അപ്പം അയാൾ എന്താ പറയണേ, പോണോ അല്ലേ, പോകാൻ പാടില്ല എന്ന്. ഇംഗ്ലീഷ് പറഞ്ഞ് മനസ്സിലായില്ലെങ്കിൽ നമ്മൾ കൂടെ അങ്ങോട്ട് പോവും. അയ്യോ അതല്ല, ക്യാൻ യു നോട്ട് ഗോ വിത്ത് ഹിം, അവൻ്റെ കൂടെ പോകാതിരിക്കാൻ പറ്റുമോ, എനിക്ക് അവനെ ഭയങ്കര ഇഷ്ടമാണ്, നീ അവൻ്റെ കൂടെ പോയാൽ ചിലപ്പോൾ അവന് നിന്നോട് ഇഷ്ടം വരും, ക്യാൻ യു നോട്ട് ഗോ വിത്ത് ഹിം. അങ്ങനെ. ഇത് കാൺട്ട് യു ഗോ വിത്ത് ഹിം എന്ന് വെച്ചാൽ അതെ അവൻ വെറുതെ അവിടെ ചോദ്യം കുത്തി നിൽക്കുന്നു, അവൻ്റെ കൂടെ പോകൂടെ, കാൺട്ട് യു ഗോ വിത്ത് ഹിം. വ്യത്യാസം മനസ്സിലായോ? ഈ എക്സാമ്പിൾ ഞാൻ ഇത്രയും ഒക്കെ പറയുന്നത് നിങ്ങൾ തമാശ പറഞ്ഞ് ചിരിക്കാൻ വേണ്ടിയിട്ടല്ല, ഇത് ഓർത്ത് വെക്കണം. ഇത് എന്ത് ഓർത്ത് വെക്കണം? കാൺട്ട് യു ഗോ വിത്ത് ഹിം എന്ന് പറയുമ്പോൾ ഒരു പണിയില്ലാണ്ട് ഇങ്ങനെ ആ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന ഒരു ചങ്ങായി നിങ്ങൾ ഓർക്കണം. എന്നിട്ട് ഒരു പെണ്ണോട് പറയാം, അവനോട് അങ്ങ് പൊക്കൂടെ നിനക്ക്, കാൺട്ട് യു ഗോ വിത്ത് ഹിം. അപ്പോൾ അവനാകെ ഞെട്ടി ഓടി പോകും അല്ലേ. അതാണ് നിങ്ങളുടെ മനസ്സിൽ വരുന്നത്. നിങ്ങളൊരു വിഷ്വലൈസ് ചെയ്താൽ നിങ്ങൾക്ക് ഇതൊക്കെ ഓർമ്മ വരും. കാൺട്ട് യു ഗോ വിത്ത് ഹിം എന്ന് നമ്മൾ ഈ പെൺകുട്ടിയോട് പറഞ്ഞു, കാൺട്ട് യു ഗോ വിത്ത് ഹിം, വെറുതെ ഇരിക്കണവൻ എന്നോട് പോകോ, കാൺട്ട് യു ഗോ വിത്ത് ഹിം, പൊക്കൂടെ അവൻ്റെ കൂടെ. അങ്ങനെ പോയിക്കൂടെ, അത് കാൺട്ട് യു ഗോ. ക്യാൻ യു ഗോ വിത്ത് ഹിം എന്നാണെങ്കിലോ അവൻ്റെ കൂടെ പോകാൻ പറ്റുമെന്ന് അല്ലേ. ഇനി ക്യാൻ യു നോട്ട് ഗോ വിത്ത് ഹിം എന്ന് പറഞ്ഞാലോ, അപ്പം നമുക്കൊരു ക്രഷുള്ള പോലെ ബസ് സ്റ്റോപ്പിൽ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാൾ, നമ്മുടെ മനസ്സിൽ മഞ്ഞ് വീഴുന്ന സിനിമയുണ്ടല്ലോ, എന്തായിരുന്നു, നസ്രിയ നിവിനെ നോക്കിയിട്ട് മഞ്ഞ് വീഴുന്നു പറയില്ലേ. അപ്പം നിവിൻ അവിടെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ക്രഷാണ് നിവിനെടുത്ത്. അപ്പോൾ നമ്മൾ നമ്മുടെ കൂട്ടുകാരോട് പറയാം, അയ്യോ അവൻ ചിലപ്പോൾ വിളിക്കും, അവൻ്റെ കൂടെ പോകാതിരിക്കാൻ പറ്റുമോ നിനക്ക്, ക്യാൻ യു നോട്ട് ഗോ വിത്ത് ഹിം. അപ്പോൾ അവൾ നമ്മൾ എന്തു പറ്റി, ഒന്നുമില്ല അവൻ്റെ കൂടെ പോകണ്ട, അവന് എന്തോ അസുഖം ഉണ്ടെന്ന്, ക്യാൻ യു നോട്ട് ഗോ വിത്ത് ഹിം. ഇത് ഓർക്കില്ലേ നിങ്ങൾ? ഓക്കെ. കാൺട്ട് യു ഗോ വിത്ത് ഹിം, പോക്കൂടെ. ക്യാൻ യു നോട്ട് ഗോ വിത്ത് ഹിം, പോകാതിരിക്കാൻ പറ്റുമോ അവൻ്റെ കൂടെ. ഓക്കെ. നാളെ വരാതിരിക്കാൻ പറ്റുമോ, ക്യാൻ യു നോട്ട് കം ടുമോറോ. നാളെ വന്നൂടെ നിനക്ക്,
കാൻറ്റ് യു കം ടുമോറോ? എന്താ പ്രശ്നം നിനക്ക്? ബസ് സ്ട്രൈക്ക് ആണെന്നോ? ആരുടെയും കൊണ്ടുവിടാൻ പറയൂ. കാൻറ്റ് യു കം ടുമോറോ? നാളെ വരാൻ പറ്റുമോ? ക്യാൻ യു കം ടുമോറോ? അല്ലേ? ഇത് കഴിക്കാൻ പറ്റുമോ നിനക്ക്? ക്യാൻ യു ഈറ്റ് ദിസ്? നേരത്തെ കിടക്കാൻ പറ്റുമോ നിനക്ക്? ക്യാൻ യു കിടക്കുക? ഗോ ടു ബെഡ് നേരത്തെ, ഏർലി. ക്യാൻ യു ഗോ ടു ബെഡ് ഏർലി? നിനക്ക് നേരത്തെ കിടന്നൂടെ? കാൻറ്റ് യു ഗോ ടു ബെഡ് ഏർലി? നേരത്തെ കിടക്കാതിരിക്കാൻ പറ്റുമോ നിനക്ക്? ക്യാൻ യു നോട്ട് ഗോ ടു ബെഡ് ഏർലി? ഇത്തിരി നേരം എൻ്റെ കൂടെ ഒക്കെ സംസാരിച്ചിരിക്കാൻ പറ്റില്ല? അങ്ങനെ പറ്റില്ല എന്നുണ്ടോ? ക്യാൻ യു നോട്ട് ഗോ ടു ബെഡ് ഏർലി? കത്ത് എഴുതാൻ പറ്റും നിനക്ക്? ക്യാൻ യു റൈറ്റ് എ ലെറ്റർ? നിനക്കൊരു കത്ത് എഴുതിക്കൂടെ? കാൻറ്റ് യു റൈറ്റ് എ ലെറ്റർ? കത്ത് എഴുതാതിരിക്കാൻ പറ്റുമോ നിനക്ക്? ക്യാൻ യു നോട്ട് റൈറ്റ് എ ലെറ്റർ? ഓക്കെ, ക്ലിയർ ആയില്ലേ ഇത്? ഇനി പോവാം. അങ്ങനെ പറയില്ലേ, അതെങ്ങനെയാ? നമ്മൾ ഫ്രണ്ട്സിനോടൊക്കെ എടാ ഞാൻ റെഡി കഴിഞ്ഞു പോവാം, ലെറ്റ്സ് ഗോ എന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്യാം, ഒരു സജഷൻ, അല്ലെങ്കിൽ ആടാ ചെയ്യാം, ഒരു ക്ഷണം, പോവാം നമുക്ക്, ഇൻവിറ്റേഷൻ. ലെറ്റ്സ് ഗോ. ലെറ്റ് അസ് ഗോ ആണ് ലെറ്റ്സ് ഗോ. ഓക്കെ, കഴിക്കാം എന്ന് പറയും. ലെറ്റ്സ് ഈറ്റ്. സിമ്പിളായിട്ട് സെൻറ്റൻസുകളാണ്. പഠിക്കാം. ലെറ്റ്സ് സ്റ്റഡി. കളിക്കാം. ലെറ്റ്സ് പ്ലേ. ഒരു പടം കാണാം. ലെറ്റ്സ് വാച്ച് എ മൂവി. ഇനി പൊക്കോട്ടെ അങ്ങനെ ചെയ്യണമെങ്കിലോ, പെർമിഷൻ ചോദിക്കണോ, അപ്പോഴും ലെറ്റ് ഉപയോഗിക്കും. അതാണ് ഇത് ഒരുമിച്ച് പഠിക്കണം എന്ന് പറയണത്. അപ്പോൾ ലെറ്റ്സ് ഡു ഇറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുമിച്ച് ചെയ്യാം. അപ്പോൾ അവിടെ ഒരു സന്തോഷമുള്ള കാര്യം അല്ലേ. പക്ഷേ ഞാൻ പൊക്കോട്ടെ എന്ന് പറയുമ്പോൾ ലെറ്റ് മീ ഗോ. ഞാൻ പൊക്കോട്ടെ, ലെറ്റ് മീ ഗോ. ഞാനിന്ന് നേരത്തെ വീട്ടിൽ പൊക്കോട്ടെ, ലെറ്റ് മീ ഗോ. എവിടെ? ഹോം. നേരത്തെ, ഏർലി. ഇന്ന്, ടുഡേ. ലെറ്റ് മീ ഗോ ഹോം ഏർലി ടുഡേ എന്ന് വെച്ചാൽ പ്ലീസ് ഗിവ് മീ പെർമിഷൻ ടു ലീവ് എന്നാണ് പറയണത്. അപ്പം ലെറ്റ്സ് ഗോ എന്ന് വെച്ചാൽ ഒരുമിച്ച് വേറെ ആരുടെയെങ്കിലും കൂടെയൊക്കെ എന്തെങ്കിലും കാര്യം ചെയ്യാം, അങ്ങനെ അല്ലേ. ഞാൻ ചെയ്തോട്ടെ, ലെറ്റ് മീ ഗോ. ലേറ്റ് ആവുന്നു കേട്ടോ, നമുക്ക് പോവാം. എങ്ങനെ പറയാ? നമുക്ക് ലേറ്റ് ആവണു, വി ആർ ഗെറ്റിംഗ് ലേറ്റ്, ലെറ്റ്സ് ഗോ. നമുക്ക് പോവാം. നമുക്ക് പോവാതിരിക്കാം കേട്ടോ, അതിങ്ങനെ പറയാം. പോകണ്ട, അത് നല്ലത്. ലെറ്റ്സ് നോട്ട് ഗോ. അതാണ് ശരി. നമുക്ക് ചെയ്യണ്ട എന്നുള്ളങ്ങനെ, നീ ചെയ്യരുത് എന്നുള്ള രീതിയിലല്ല ഞാൻ പറഞ്ഞത്. ചെയ്യരുത് എന്ന് പറയണല്ലോ, ഡോണ്ട് ഗോ. നമുക്കത് ചെയ്യണ്ടടാ അങ്ങനെ പറയുന്നില്ലേ. എന്തെങ്കിലും കാരണങ്ങളുണ്ട്, അത് ശരിയാവില്ല, അത് ചെയ്യണ്ടടാ. ലെറ്റ്സ് നോട്ട് ഗോ, നമുക്ക് പോകണ്ടടാ. അപ്പോഴും ഒരു സജഷൻ തന്നെയാണ്, പക്ഷെ നെഗറ്റീവ് സജഷനാണ് അല്ലേ. മഴ പെയ്യുന്നുണ്ട്, നമുക്കൊന്ന് പുറത്ത് പോകണ്ടടാ. ലെറ്റ്സ് നോട്ട് ഗോ ഔട്ട്സൈഡ്, ഇറ്റ്സ് റെയിനിങ്. മഴ പെയ്യുന്നുണ്ട്, ലെറ്റ്സ് നോട്ട് ഗോ ഔട്ട്സൈഡ്. മഴ പെയ്യുന്നുണ്ട്, നമുക്കൊന്ന് പോകണ്ടടാ. ആ സംഭവം നമുക്ക് ഇപ്പം ഇതിനെക്കുറിച്ച് സംസാരിക്കണ്ട, അങ്ങനെ പറയും. ലെറ്റ്സ് സംസാരിക്കുക, ടോക്കാണ്. അപ്പോൾ ലെറ്റ്സ് നോട്ട് ടോക്ക് അബൌട്ട് ദിസ് നൗ. നമുക്കിപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കണ്ട. ആ കുട്ടിക്ക് വിഷമാവും, ഇനി കുറച്ചധികമായി നമ്മൾ സംസാരിക്കണം, പിന്നെ വേണ്ട, ആരെങ്കിലും കണ്ടാലും വേണ്ട, നമുക്കിപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കണ്ട. ലെറ്റ്സ് നോട്ട് ടോക്ക് അബൌട്ട് ദിസ് നൗ. ഓക്കെ, അപ്പോൾ നമ്മൾ സംസാരിക്കാൻ പാടില്ല, അങ്ങനെയാണെങ്കിലോ അവിടെ ഷുഡ് വരിക. വി ഷുഡ് നോട്ട് ടോക്ക് അബൌട്ട് ദിസ് നൗ. ബോസ് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ആരും ഇതിനെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കാൻ പാടില്ല എന്ന്. വി ഷുഡ് നോട്ട് ടോക്ക് അബൌട്ട് ദിസ് നൗ. അതൊരു റൂള് കാരണമാണ്. വി ഷുഡ് നോട്ട് ഡു ഇറ്റ്, നമ്മൾ ചെയ്യാൻ പാടില്ല. പക്ഷെ ഇത് അങ്ങനത്തെ അല്ല, മനസ്സിലായോ? നമുക്ക് ചെയ്യണ്ട. അത് ആ രണ്ടും മലയാളത്തിലെ സെൻറ്റൻസ് ഒന്നാണെങ്കിലും നമ്മുടെ വികാരങ്ങൾ അനുസരിച്ച് പഠിക്കണം. ഞാൻ എപ്പോഴും പറയുന്നില്ലേ, അതാണ് വികാരഭരിതമായി നിങ്ങൾ പഠിക്കണം. ആകെ കൊളായി, പ്രശ്നമായിരിക്കണം. പിന്നെ ഇപ്പം നമുക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കണ്ട. ലെറ്റ്സ് നോട്ട് ടോക്ക് അബൌട്ട് ദിസ് നൗ. അപ്പം അതൊന്ന് റിവൈസ് ചെയ്യാം. പോകരുത്, അപ്പോൾ ചെയ്യരുത് എന്ന് പറയണമെങ്കിൽ ഡോണ്ട് വെച്ചിട്ട്, ഓടരുത്, ഡോണ്ട് റൺ. ചിരിക്കരുത്, ഡോണ്ട് ലാഫ്. ചിരിക്കാതിരിക്കാൻ പറ്റുമോ? ക്യാൻ യു നോട്ട് ലാഫ്? എൻ്റെ ഈ പരിതാപകരമായ അവസ്ഥ കണ്ടിട്ട് നിനക്ക് ചിരി വരുന്നത് എനിക്കറിയാം. ചിരിക്കാതിരിക്കാൻ പറ്റുമോ? ക്യാൻ യു നോട്ട് ലാഫ്? കിടക്കാം, എല്ലാവർക്കും ലേറ്റ് ആയില്ലേ. ലെറ്റ്സ് ഗോ ടു ബെഡ്. അപ്പോൾ ചിലർ വിചാരിക്കും ലെറ്റ്സ് സ്ലീപ്പ് എന്നല്ലേ, അത് ഉറങ്ങാന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ഒരിക്കലും ആൾക്കാരോട് വാ ഉറങ്ങാം എന്ന് പറയില്ല. കാരണം ഉറങ്ങുക എന്നുള്ളത് നമുക്ക് ഒരു അനുഭവപ്പെടേണ്ട ഒരു സംഭവം അല്ലേ. ഉറക്കത്തിലേക്ക് ഇങ്ങനെ വീഴുക. നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന എന്താ? ബെഡ് വരെ നടക്കാം, ബാക്കിയൊക്കെ നമ്മുടെ ശരീരവും മനസ്സിൻ്റെ അവസ്ഥ പോലെ ഇരിക്കും. അപ്പോൾ ലെറ്റ്സ് സ്ലീപ്പ് എന്ന് പറയരുത്, ലെറ്റ്സ് ക്ലോസ് അവർ ഐസ് എന്ന് പറയാം. അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാവരും കിടക്കുക, ഒരു ധ്യാനമൊക്കെ ആണെങ്കിൽ ലെറ്റ്സ് നൗ ക്ലോസ് അവർ ഐസ്. ലെറ്റ്സ് സ്ലീപ്പ് എന്ന് എങ്ങനെയാണ് പറയുക? എങ്ങനെയത് ഉറങ്ങുക? അത് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ പറയാൻ പാടുള്ളൂ അല്ലേ. അപ്പോൾ ലെറ്റ്സ് ഗോ ടു ബെഡ് കേട്ടോ. എത്ര ലേറ്റ് ആയില്ലേ, ലെറ്റ്സ് ഗോ ടു ബെഡ്. നമുക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കാം.
ലെറ്റ്സ് നോട്ട് ടോക്ക് അബൌട്ട് ദിസ്. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ പഠിച്ചതെന്താ? കാൻറ്റ് യു ഡു ഇറ്റ് എന്ന് പറഞ്ഞാൽ ചെയ്തുകൂടെ അല്ലേ? ക്യാൻ യു ഡു ഇറ്റ് എന്ന് വെച്ചാൽ ചെയ്യാമോ? ക്യാൻ യു ഡു ഇറ്റ് എന്ന് വെച്ചാൽ വേറെ അർത്ഥം വരാം കേട്ടോ. നിനക്ക് കളിക്കാമോ, കളിക്കാൻ പറ്റുമോ എന്നുള്ള അർത്ഥം വരും. ക്യാൻ യു പ്ലേ ഫുട്ബോൾ, നിനക്ക് ഫുട്ബോൾ കളിക്കാൻ പറ്റുമോ? ക്യാൻ യു പ്ലേ ഫുട്ബോൾ. അല്ലെങ്കിൽ ഒരു റിക്വസ്റ്റ്, ക്യാൻ യു പ്ലേ ഫുട്ബോൾ വിത്ത് മീ, എൻ്റെ കൂടെ നിനക്ക് ഫുട്ബോൾ കളിക്കാൻ പറ്റുമോ? കുറച്ചുകൂടെ പൊളൈറ്റായി ചോദിക്കണമെങ്കിൽ കുഡ് യു പ്ലീസ് പ്ലേ ഫുട്ബോൾ വിത്ത് മീ, എനിക്ക് ആ കൂട്ടിന് ആരുമില്ല, കളിക്കാം നമുക്ക് ഫുട്ബോൾ, പറ്റുമോ? നമുക്ക് ഫുട്ബോൾ കളിക്കാം എന്ന് പറയുകയാണെങ്കിൽ ലെറ്റ്സ് പ്ലേ ഫുട്ബോൾ. നിനക്ക് ഫുട്ബോൾ കളിച്ചൂടെ എന്ന് പറയും. കാൻറ്റ് യു പ്ലേ ഫുട്ബോൾ, നീ എന്തിനാണ് ഇപ്പോഴും ക്രിക്കറ്റ് മാത്രം കളിക്കുന്നത്, ഫുട്ബോൾ കളിക്കൂ കൂട്ടി. കാൻറ്റ് യു പ്ലേ ഫുട്ബോൾ, ശരീരമൊക്കെ ഒന്ന് അനങ്ങട്ടെ അല്ലേ, ഫുട്ബോൾ കളിക്കൂ. നമുക്ക് ഹോംവർക്ക് ചെയ്യാം എന്ന് പറയും. നമുക്ക് ചെയ്യാം, ബാ ലെറ്റ്സ് ഡു ദ ഹോംവർക്ക്. ഓക്കെ, അപ്പോൾ ഹോംവർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് പറയാം. തീരെ അടുത്ത് പോകരുത്. അപ്പോൾ അടുത്തെന്ന് പറയാൻ നിയർ, അപ്പോൾ തീരെ അടുത്ത് പോകരുത്. ഇതാണ് ആദ്യത്തെ ഹോംവർക്ക് കേട്ടോ. ഒന്ന് ഇരിക്കാൻ പറ്റുമോ, അതാണ് രണ്ടാമത്തെ ചോദ്യം. ഒന്ന് ഇരിക്കാൻ പറ്റുമോ, ഒന്ന് ഇരിക്കാവോ? പൊളൈറ്റായിട്ടൊന്നും ചോദിക്കണ്ട, ക്യാൻ വെച്ചിട്ടെങ്കിൽ പറഞ്ഞാൽ മതി. ചാടാതിരിക്കാൻ നിനക്ക് പറ്റുമോ? എപ്പോഴും ചാടിക്കൊണ്ടിരിക്കുക. നേരെ കുട്ടിയെടുത്ത് പറയണം ചാടാണ്ടിരിക്കാൻ പറ്റുമോ, അതാണ് അടുത്തത്. നമുക്ക് നടക്കാം, കുറച്ച് ദൂരമേ ഉള്ളൂ, നമുക്ക് നടക്കാം. എങ്ങനെ പറയാം? ഞാൻ പാടിക്കോട്ടെ, ഭയങ്കര ആഗ്രഹം പാടാൻ, ഒരു പെർമിഷൻ ചോദിക്കാം കേട്ടോ, ഞാൻ പാടിക്കോട്ടെ. നമുക്കിവിടെ നിൽക്കണ്ട, ഇവിടെ നിൽക്കാതിരിക്കുന്നത് നല്ലത്, നിൽക്കണ്ട. നമ്മളിവിടെ നിൽക്കാൻ പാടില്ല എന്നല്ല, അയ്യോ ഇവിടെ അത്ര നല്ല സ്ഥലമല്ലാന്ന് തോന്നുന്നു, നമുക്കിവിടെ നിൽക്കണ്ട. അപ്പോൾ ഈ സെൻറ്റൻസുകളൊക്കെ കറക്റ്റായിട്ട് ഉണ്ടാക്കിയിട്ടാൽ നിങ്ങൾ അടിപൊളിയായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ സ്ഥിരമായിട്ട് വരുന്ന കുറേ മിസ്റ്റേക്സ് പെറുക്കി എടുത്ത് കൂലങ്കഷമായി അതിനെക്കുറിച്ച് ചിന്തിച്ച് എന്തൊക്കെയാണ് നിങ്ങൾ ചിന്തിക്കാൻ ചാൻസ് ഉള്ളതെന്ന് ആലോചിച്ച് ഉണ്ടാക്കിയ വീഡിയോ ആണ്. വളരെ യൂസ്ഫുൾ വീഡിയോ ആണ്. ചെറിയ വീഡിയോ ആണെങ്കിലും നിങ്ങൾക്കിത് ഒരുപാട് ഉപകാരമാവും. അപ്പോൾ ഈ സീരീസിലെ 4ാമത്തെ വീഡിയോ ആണിത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ തരിക. കാരണം യൂട്യൂബ് ഇല്ലെങ്കിൽ ഈ വീഡിയോ ആർക്കും കാണിച്ചു കൊടുക്കില്ല. വീഡിയോ എല്ലാവർക്കും എത്തണം, ഈ സീരീസ് എല്ലാവരും കാണണം. ഇനി ഇംഗ്ലീഷിന് ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞിട്ട് ആരും അങ്ങനെ വിഷമിച്ച് നടക്കാൻ പാടില്ല. അതാണ് ഈ സീരീസിൻ്റെ ഉദ്ദേശം കേട്ടോ. പിന്നെ കുറേ പേരെൻ്റെ അടുത്ത് കോഴ്സിൻ്റെ കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. നിങ്ങൾക്ക് 90 ഡേ പ്രീമിയം ഇംഗ്ലീഷ് കോഴ്സിനെ കുറിച്ച് അറിയണമെങ്കിൽ നിങ്ങൾ യൂട്യൂബ് നോക്കി പഠിക്കുന്ന അവസ്ഥയിലുള്ള ആളാണെങ്കിൽ ആ കോഴ്സ് എടുക്കണ്ട. പ്രൊഫഷണൽ ആയ ആൾക്കാർക്കും പിന്നെ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി കുറേ സമയമില്ല, ഒരു 3 മന്ത്സിൽ എല്ലാം സെറ്റ് ആക്കണം, പിന്നെ ഒരു 3 മന്ത്സിൽ പ്രാക്ടീസ്, അങ്ങനെ ഇംഗ്ലീഷ് റെഡിയാക്കാൻ താല്പര്യമുള്ളവർക്കുള്ളൊരു കോഴ്സാണ്. അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ എൻ്റെ ഇമെയിലേക്ക് ഒരു ഇമെയിൽ അയയ്ക്കുക, ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഇമെയിൽ ഐഡി താഴെ കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഗ്രാമർ പഠിക്കാൻ താല്പര്യമില്ല, കുറച്ച് കോൺവെർസേഷൻസ് വഴി ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ വാട്സപ്പ് കോഴ്സ് ഉണ്ട്, അതിന് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ. അടുത്ത ദിവസം വേറൊരു വീഡിയോ ആയിട്ട് വേഗം വരാം. അതുവരേക്കും ബൈ.